ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഗോപിനാഥിനോട് പാർവതി സത്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഗായത്രിയെ കൊന്നത് പ്രഭാവതിയാണോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ഗോപിനാഥ്. അത് കേട്ട് പാർവതി ഞെട്ടി നിൽക്കുന്നു. അച്ഛനെ ഈ സത്യങ്ങളൊക്കെ അറിയാമായിരുന്നോ എന്ന് പാർവതി ചോദിച്ചപ്പോൾ ഗോപിനാഥ് പറയുന്നു, എനിക്ക് അറിയാമായിരുന്നു എന്ന്. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് പാർവതി. പക്ഷേ ഞാനത് എങ്ങനെ അറിഞ്ഞു എന്ന് മാത്രം മോൾ എന്നോട് ചോദിക്കരുത്. അത് മാത്രമല്ല, പ്രഭാവതി ആരാണെന്നും എങ്ങനെയുള്ളവളാണെന്നും അവൾ ആർക്കൊക്കെ എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെ എല്ലാ സത്യങ്ങളും എനിക്കറിയാം. വളരെ നേരത്തെ തന്നെ എനിക്കറിയാമത്. പക്ഷേ എല്ലാം അറിഞ്ഞിട്ടും എനിക്കൊന്നും പറയാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് ഞാനിപ്പോൾ. നീ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് ഗോപിനാഥ് ചോദിക്കുന്നു. പാർവതി പറയുന്നു, അച്ഛാ, ലാപ്ടോപ്പ് തീപിടുത്തത്തിൽ കത്തിപ്പോകുന്നതിന് മുമ്പ് മാജിക് ബോക്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ മെമ്മറി കാർഡ് ഞാൻ കണ്ടിരുന്നു. ദേവമ്മ മരണത്തിന് തൊട്ടു മുമ്പേ സംസാരിച്ചൊരു വീഡിയോ ആയിരുന്നു അത്. ഭാവിയിൽ ദേവമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ വിശാൽ സാറിനെ അറിയിക്കണം എന്നുദ്ദേശിച്ച് തയ്യാറാക്കിയ ഒരു വീഡിയോ ആയിരുന്നു അത്. അത് മുഴുവനും ഞാൻ കണ്ടു കഴിഞ്ഞു. അതിൽ വ്യക്തമായിട്ട് ദേവമ്മ പ്രഭാവതിയമ്മയുടെ പേര് പറയുന്നുണ്ട്. പ്രഭാവതിയമ്മ വിഷം കൊടുത്താണ് ദേവമ്മയെ കൊന്നതെന്ന് അതിൽ നിന്നും വ്യക്തമാണ്. ഇത് വിശാൽ സാറിനെ അറിയിക്കണം, ഇപ്പൊ തന്നെ എനിക്കിത് അറിയിക്കണം എന്ന് പറഞ്ഞ് പാർവതി പോകാൻ തുടങ്ങിയപ്പോൾ ഗോപിനാഥ് പാർവതിയെ തടയുന്നുണ്ട്. മോളെ നിക്ക്, നീ ഞാൻ പറയുന്ന കേക്ക്. നീ ഇതൊന്നും വിശാലിനെ അറിയിക്കരുത്. അവനോട് ഇപ്പോൾ ഒന്നും പറയരുത്. ഇപ്പൊ നീ ഇത് പറഞ്ഞാൽ അവനത് വിശ്വസിക്കില്ല. നീ എന്നല്ല, ദേവൻ തമ്പുരാൻ നേരിട്ട് വന്ന് പറഞ്ഞാൽ പോലും ഈ സത്യം അവന് ബോധ്യപ്പെടില്ല. അത്രമാത്രം പ്രഭാവതി അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവളുടെ കപട സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും മായ വലയത്തിലാണ് ഇപ്പോൾ വിശാൽ. ഗായത്രിക്ക് തുല്യമായിട്ടാണ് അവനിപ്പോ പ്രഭാവതിയെ സ്നേഹിക്കുന്നത്. ആരെക്കാളും പ്രാധാന്യം അവൻ ഇപ്പോൾ പ്രഭാവതിക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് പാർവതി പറയുന്നു, അച്ഛാ, അതെനിക്കിപ്പോ അറിയാം എന്ന് കരുതി ഇത് വിശാൽ സാറിനോട് പറയാതിരിക്കാൻ പറ്റുമോ? ശരി, പ്രഭാവതിയാണ് ഗായത്രി കൊന്നതെന്ന് നീ ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പോൾ കാണാം അവന്റെ പ്രതികരണം. അവൻ ഒരിക്കലും പ്രഭാവതി ഗായത്രിയുടെ കൊലയാളിയായി കാണില്ല. പക്ഷേ ഇത് പറഞ്ഞാൽ നിന്നെ അവൻ അവിശ്വസിക്കും, സംശയിക്കും. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനിടയിൽ അത് വലിയ വിള്ളലുണ്ടാക്കും. അത് പ്രഭാവതി മുതലെടുക്കും. അവൾ കൂടുതൽ വിശാലിനെ സ്വാധീനിക്കും. അതുകൊണ്ട് എടുത്തുചാടി നീ ഒന്നും പ്രതികരിക്കരുത്. കുറച്ചുകൂടി ക്ഷമയും സാവകാശവും നീ ഇതിൽ കാണിക്കണം. ഇനിയിപ്പോൾ നിനക്ക് പ്രഭാവതിയുടെ തനി സ്വരൂപം പുറത്തു കൊണ്ടുവരണമെങ്കിൽ അതിന് തക്കതായ തെളിവ് വേണം. വലിയ വില തന്നെയായിരുന്നു ആ മെമ്മറി കാർഡിന്. പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതിപ്പോ കത്തിപ്പോയില്ലേ? അപ്പോൾ ഇനി വീണ്ടും പ്രഭാവതിക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ അവളെ നമുക്ക് ലോക്ക് ചെയ്യാനാകൂ. അതുകൊണ്ട് നീ ഞാൻ പറയുന്ന കേക്ക്. ഇതുവരെ നീ കണ്ടതും അറിഞ്ഞതും എല്ലാം മനസ്സിൽ വെച്ചേക്കണം. പ്രഭാവതി എത്രമാത്രം ക്രിമിനൽ ബുദ്ധിയുള്ളവളാണെന്ന് നമുക്കറിയാം, സൂക്ഷിക്കണം. ഇത്രയും പറഞ്ഞ് ഗോപിനാഥ് അവിടെ നിന്ന് പോയപ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് പാർവതി. ശേഷം കാണിക്കുന്നത് പാർവതി പ്രഭാവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. എത്ര വലിയ ക്രിമിനലാണ് പ്രഭാവതിയമ്മ. അവർ വിശാൽ സാറിനെയും നമ്മുടെ കുടുംബത്തെയും ചതിക്കുകയാണ് ചെയ്യുന്നത്. പാവം വിശാൽ സാറിനെ സ്നേഹിച്ച് വിശ്വസിപ്പിച്ച് അവര് വഞ്ചിക്കുകയാണ്. ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് അവരൊരു ഫോട്ടോ കാണിച്ചിരുന്നല്ലോ. അന്ന് തൻ്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞ് പ്രഭാവതി ഒരാളുടെ ഫോട്ടോ കാണിച്ചിരുന്നു. രണ്ടുപേരും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു വിവാഹ ഫോട്ടോ ആയിരുന്നു അത്. പക്ഷേ അയാളെ മറ്റൊരു സ്ഥലത്ത് വെച്ച് പാർവതി ജീവനോടെ കാണുകയും ചെയ്തിരുന്നു. ഈ കാര്യങ്ങളൊക്കെ പാർവതി ഓർക്കുന്നു. പ്രഭാവതിയമ്മയുടെ ആദ്യ ഭർത്താവ് എന്ന് പറഞ്ഞ് ആ ഫോട്ടോയിൽ കാണിച്ച ആളെ എങ്ങനെയും കണ്ടെത്തണം. അയാളെ കണ്ടെത്തി മുന്നിൽ കൊണ്ടുവന്ന് പ്രഭാവതിയമ്മയുടെ തനി സ്വരൂപം കാണിക്കണമെന്നൊക്കെ പാർവതി ഓർക്കുന്നു. ശേഷം കാണിക്കുന്നത് വിഷമത്തോടെ മുറിയിലേക്ക് വരികയാണ് വിശാൽ. പാർവതിയും പിന്നാലെ വന്നു. അവരിപ്പോ അവരുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞു. സാർ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ഓർക്കേണ്ടെന്ന് പാർവതി പറയുന്നുണ്ട് വിശാലിനോട്. എങ്ങനെ എനിക്കത് മറക്കാനാവുന്നത്? തലനാരിഴയ്ക്കാണ് താൻ രക്ഷപ്പെട്ടത്. ആ നേരത്തെ ഞാൻ അവിടെ എത്തിയില്ലായിരുന്നെങ്കിലോ? ഇടയ്ക്കേട്ട് പാർവതി പറയുന്നു, എന്നെ അത്ര പെട്ടെന്നൊന്നും മുകളിലേക്ക് വിളിക്കില്ല സാർ. എനിക്കിവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതൊക്കെ കഴിയണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചില പരീക്ഷണങ്ങൾ ഉണ്ടാകും. അത് അനുഭവിച്ചേ മതിയാകും. സാർ, ദൈവത്തിന് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായോണ്ടാ കൃത്യസമയത്ത് സാറിനെ എൻ്റെ അടുത്ത് എത്തിച്ചത്. വിശാൽ പറയുന്നു, എന്തിനാ പാർവതി ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ആദ്യം അമ്മ എനിക്ക് നഷ്ടപ്പെടുത്തി, ഇപ്പോൾ ആരൊക്കെ ചേർന്ന് നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. ആരാണവര്? അവരെ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നില്ലല്ലോ. ഇത് കേട്ട് പാർവതി പറയുന്നു, കാലം തെളിയിക്കാത്ത സത്യമില്ല സാർ. മറിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ശത്രുക്കൾക്ക് എന്നും ആ മറവിൽ കഴിയാൻ സാധിക്കില്ല. എന്നെങ്കിൽ ഒരു ദിവസം അത് വെളിച്ചത് വന്നേ മതിയാകൂ. സാറ് അസ്വസ്ഥപ്പെടാതിരിക്കോ. അവരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അവരെ നമുക്ക് കണ്ടെത്തിയിരിക്കും. വിശാൽ പറയുന്നു, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിനക്ക് ഒരു പതർച്ചയും ഇല്ലല്ലോ പാർവതി. നിന്റെ ഈ ധൈര്യം കൊണ്ടാണ് എനിക്ക് നിന്നിൽ അഭിമാനം തോന്നുന്നത്. എല്ലാം ഉദയനൂരമ്മയുടെ അനുഗ്രഹമാണ് സാർ. അമ്മ തരുന്ന ശക്തിയാണ്. പിന്നെ വിശാൽ സാർ കൂടെയുള്ളപ്പോൾ ഞാൻ ആരെയാണ് എന്തിനെയാണ് പേടിക്കേണ്ടത്? അത് ഇപ്പോൾ രണ്ടാമതല്ലേ സാറിനെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് എന്നൊക്കെ പാർവതി വിശാലിനോട് പറയുന്നു. അങ്ങനെ അവർ പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട്. പാർവതി, ആ മെമ്മറി കാർഡിലെ വീഡിയോ നീ കണ്ടു എന്ന് പറഞ്ഞില്ലേ? എന്താണ് അതിൽ? നീ എന്താണ് കണ്ടത്? പറയൂ പാർവതി. ആ വീഡിയോയിൽ അമ്മ എന്താണ് പറഞ്ഞിരിക്കുന്നത്?
അമ്മയുടെ എന്ത് വിഷമമാണ് ആ വീഡിയോയിലുള്ളത്. വീഡിയോയിൽ ദേവമ്മ പറഞ്ഞത് ഇപ്പോൾ വിശാൽ സാറിനെ അറിയിക്കരുത് എന്നല്ലേ അച്ഛൻ പറഞ്ഞത് എന്നെ പാർവതി ഓർക്കുന്നു. അത് ഒന്നുമില്ല സാർ, അത് ഏതോ ഒരു പിറന്നാൾ ദിവസം സാറിന് എന്തോ പിറന്നാൾ സമ്മാനം തരണമെന്ന് ദേവമ്മ ആഗ്രഹിച്ചിരുന്നു. അത് ദേവമ്മയ്ക്ക് അത് സംഭവിച്ചില്ലല്ലോ. ആ സങ്കടത്തിൽ ദേവമ്മയുടെ സങ്കടം പറയുന്നതാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത്. ഇരിക്കേട്ട് വിശാൽ ചോദിക്കുന്നു, സമ്മാനം തരാൻ സാധിക്കാത്തതിൽ ഞാൻ അമ്മയോട് ക്ഷമിക്കണമെന്നാണോ എന്ന് പെട്ടെന്ന് പാർവതി പറയുന്നുണ്ട്. അതെ, അങ്ങനെയാ പറഞ്ഞത്. വേറൊന്നും ആ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ലേ എന്ന് വിശാൽ ചോദിക്കുന്നുണ്ട്. അതിനു മുമ്പ് എൻ്റെ കയ്യിൽ നിന്നും ആ ലാപ്ടോപ്പ് താഴെ വീണ് കത്തിപ്പോയില്ലേ സാർ? വിശാൽ പറയുന്നു. ആ മെമ്മറി കാർഡിൽ ഇനിയും വിഷ്വൽസ് ഉണ്ടായിരുന്നിരിക്കും. അമ്മയുടെ കൊലപാതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന സത്യങ്ങൾ അതൊക്കെ നഷ്ടമായി പോയല്ലോ. അത് നമുക്കൊരു പിടിവെളിയായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? പാർവതി പറയുന്നു. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കും വിശാൽ സാർ. അത്രയും പറഞ്ഞ് പാർവതി അവിടെ നിന്ന് പോയപ്പോൾ വീണ്ടും വിഷമത്തോടെ വിശാൽ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ വിഷമത്തോടെ ഇരുന്ന സുശീലയുടെ അരികിലേക്ക് ജാസ്മിൻ എത്തി. അമ്മ ശക്തമായൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് മറന്നുപോയോ? സ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് വിശാലിന്റെ അച്ഛൻ തിരികെ വരുമ്പോൾ ഈ വസ്തുവൊക്കെ പാർട്ടീഷൻ ചെയ്യുന്നതിന് വേണ്ടി അമ്മ ലീഗൽ നോട്ടീസ് അയക്കാമെന്ന് അമ്മേനോട് പറഞ്ഞിരുന്നല്ലോ. അതെന്തായി? അച്ഛനിപ്പോൾ തിരികെ എത്തിയിട്ടുണ്ടല്ലോ. ഇന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ ഇത് കേട്ട് സുശീല പറയുന്നുണ്ട്, ഓ അതൊന്നും വേണ്ട മോളെ, അതെന്ത് പറ്റി? അമ്മയുടെ അവകാശം നേടിയെടുക്കണം എന്നുള്ള വാശിയിലായിരുന്നല്ലോ അമ്മ. ഇപ്പോൾ ആ വാശി ഉപേക്ഷിച്ചോ? ഇത് കേട്ട് സുശീല പറയുന്നു, ഞാൻ കുറച്ച് അധികം ചിന്തിച്ചു. ഇപ്പോൾ ഈ സ്വത്തുക്കളുടെ അവകാശം വേണമെങ്കിൽ വീതം വെച്ച് നൽകണമെന്ന് ഞാൻ ചേട്ടനോട് അവകാശപ്പെടാം. പക്ഷേ ചേട്ടൻ അതിന് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് കേട്ട് ജാസ്മിൻ പറയുന്നു, അതുകൊണ്ടാണല്ലോ നിയമപരമായുള്ള നീക്കം നടത്തണമെന്ന് ഞാൻ പറഞ്ഞത്. ഓ അതിനൊന്നും എനിക്ക് വയ്യ മോളെ. കേസൊക്കെ ആയിപ്പോയാലേ അതിന്റെ പേരിൽ കുറെ അലയേണ്ടി വരും, പണവും ചിലവാകും. അതിനുവേണ്ട പണമൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അത് മാത്രമല്ല, കേസ് കൊടുത്താൽ ഉടനെ വിധി വരണമെന്നുണ്ടോ? അത് തീർപ്പാക്കി കിട്ടണമെങ്കിൽ കാലം കുറയാവില്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു കാലത്ത് കയ്യിൽ വന്ന് ചേരാവുന്ന സ്വത്തിന് വേണ്ടി എന്തിനാ വെറുതെ സമയം കളയുന്നത്? ജാസ്മിൻ പറയുന്നു. അപ്പോൾ അമ്മ ഒരു കേസിനും ഇല്ലെന്നാണോ പറയുന്നത്? ഒന്നും വേണ്ട മോളെ, എനിക്ക് ഇപ്പോൾ ഉള്ള ഈ ജീവിതം തന്നെ മതിയെന്ന് സുശീല. അമ്മ ഇങ്ങനെ പിന്മാറരുത് എന്ന് ജാസ്മിൻ. വേണ്ട, നീ വെറുതെ നിർബന്ധിക്കണ്ട. ഞാൻ എന്തായാലും സ്വത്തിന്റെ പേരിൽ ഏട്ടനോട് വഴക്കിനും വക്കാണത്തിനും ഒന്നുമില്ല. ഇത്രയും നാളെ എങ്ങനെ കഴിഞ്ഞോ അങ്ങനെ തന്നെ ഇനിയും കഴിഞ്ഞാൽ മതി. ഇനി അഥവാ ചേട്ടനെ സ്വയം മനസ്സ് മാറി എൻ്റെ ഷെയർ ചേട്ടൻ എനിക്ക് തരുന്നെങ്കിൽ തരട്ടെ, അത് മതി എന്ന് പറഞ്ഞ് സുശീല അവിടുന്ന് പോയപ്പോൾ ജാസ്മിൻ പറയുന്നു, ഈസിയിൽ സ്വത്തുക്കൾ അടിച്ചു മാറ്റാമെന്ന് വിചാരിക്കുമ്പോൾ ഈ പെണ്ണുമ്പിള അതിന് കൂട്ടു നിൽക്കുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും വഴി കാണണം. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ചേച്ചി, പാർവതി ആ തീപിടുത്തത്തിൽ വെണ്ണീറായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടേനെ. നമ്മുടെ ഭയപ്പാടൊക്കെ അതോടെ ഒഴിഞ്ഞു പോയേനെ. ഇതുപോലെ ചെറിയ പൊള്ളൽ പോലും ഏൽക്കാതെ അവള് രക്ഷപ്പെട്ടില്ലേ? അപാര ആയുർബലം അവക്ക്. ഇരിക്കട്ടെ പ്രഭാവതി പറയുന്നു, എടാ അവളെ രക്ഷപ്പെട്ടു എന്ന് കരുതി നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അത് കൊള്ളാം, അപ്പോൾ അവളെ പേടിക്കണ്ടെന്നാണോ ചേച്ചി പറയുന്നത്? ഇരിക്കട്ടെ പ്രഭാവതി ചിരിക്കുന്നു. ചേച്ചി ചിരിക്കുവാണോ ചേച്ചി? അവളെല്ലാം സത്യങ്ങളും വിശാലിനോട് തുറന്നു പറഞ്ഞാലേ നമ്മുടെ കഥ അതോടെ കഴിഞ്ഞില്ലേ? അതാ എൻ്റെ പേടി. അവൾ നമുക്കെതിരെ വിശാലിനോട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നമുക്ക് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ചേച്ചി. ഇരിക്കട്ടെ വീണ്ടും പ്രഭാവതി പറയുന്നു, നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ പ്രതാപ. പാർവതി എന്തൊക്കെ വിശാലിന്റെ ചെവിയിൽ ഓതിക്കൊടുത്താലും അവൻ അരുന്നും കണക്കിലെടുക്കില്ല. അത് ചേച്ചിക്ക് എന്താ ഇത്ര ഉറപ്പെന്ന് വീണ്ടും പ്രതാപൻ ചോദിക്കുന്നുണ്ട്. എടാ, ആ വിധത്തിലാണ് ഞാൻ വിശാലിനെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് വിശ്വാസമാണ് അവൻ എന്നോടുള്ളത്. ആ വിശ്വാസത്തിന് തകർക്കാൻ പാർവതിക്ക് ഒരിക്കലും കഴിയില്ല. ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഭീഷണിയായിട്ടുണ്ടായിരുന്ന മെമ്മറി കാർഡ് അതിപ്പോ ഇല്ലല്ലോ. അതും ആ തീപിടുത്തത്തിൽ നശിച്ചു പോയില്ലേ? തെളിവുകളില്ലാതെ പാർവതി നമ്മുടെ പ്രതികളാക്കാൻ നോക്കിയാൽ അത് പാളിപ്പോവുകതേ ഉള്ളൂ. എടാ വിശാലെ, അതൊന്നും കണക്കിലെടുക്കില്ല എന്നും പ്രഭാവതി. എന്നാലും ആ പേടി എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല ചേച്ചി എന്ന് പ്രതാപ പാർവതിക്ക് വിശാലിനോട് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാമായിരുന്നെങ്കിൽ അത് ഗ്രാമത്തിൽ വെച്ച് തന്നെ പറയുമായിരുന്നു. അത് അവൾ അവിടെ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ ഫലമായി എന്തെങ്കിലും ഒരു റിയാക്ഷൻ വിശാലിൽ നിന്നും ഉണ്ടായേനെ. അത് ഇതുവരെ ഉണ്ടായില്ലല്ലോ. എന്നാലും എന്തോ ഒരു കാരണത്താൽ പാർവതിക്ക് ഇന്നും അത് അവരോട് പറയാൻ സാധിച്ചിട്ടില്ല. പ്രതാപ, അത് പറഞ്ഞു തെളിയിക്കാൻ പറ്റാത്തോണ്ടല്ലേ അവളത് പറയാത്തത്? എടാ, നിന്റെ പേടി ഇതേ മാറിയില്ലേ? പ്രതാപ, പാർവതിക്ക് ഇനി നമുക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ ഭയപ്പെടേണ്ടിയിരുന്നത് ശേഖരമേനോനെയാണ്. അയാളാണെങ്കിൽ ഇപ്പോൾ കോമയിലും. ഇനി ശേഖരമേനോൻ കോമയിൽ നിന്നും എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും പറഞ്ഞാലല്ലാതെ നമുക്ക് ഒരു പ്രശ്നവുമില്ല. ഏതായാലും അയാൾ ഇനി കോമയിൽ നിന്നും ബോധത്തോടെ എഴുന്നേറ്റ് വരാൻ സാധ്യതയില്ല. നീ സമാധാനമായിട്ടിരിക്കും പ്രതാപ. ബി കൂൾ പ്രതാപ. ഇത് കേട്ട് പ്രതാപൻ പറയുന്നു, ഞാൻ കൂളാവണമെങ്കിൽ എനിക്കിപ്പോൾ 30 ലക്ഷം രൂപ വേണം. ഇത് കേട്ട് പ്രഭാവതി ഞെട്ടി നിൽക്കുന്നു. 30 ലക്ഷം അതെന്തിനാണെന്ന് ചോദിക്കുന്നു. ചേച്ചി, ഇന്നലെ 30 ലക്ഷത്തിന് കടം വെച്ച് ചീട്ട് കളിച്ചു. 30ന്റെ 90 കിട്ടും എന്ന് കരുതിയാ കളിച്ചത്. പക്ഷേ മോശം പോയി.
കളിയിൽ തോറ്റു തുന്നം പാടി. ഇന്നിപ്പോൾ വൈകുന്നേരത്തിനുള്ളിൽ 30 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അവരെന്നെ പഞ്ഞിക്കിടും. എടാ 30 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ എന്നെ പ്രഭാവതി ചോദിച്ചപ്പോൾ പ്രതാപൻ പറയുന്നു, എന്തിനാ ചേച്ചി ഇത്രയ്ക്ക് ആലോചിക്കുന്നത്? എൻ്റെ ജീവൻ പണയം വെച്ച് ചേച്ചിക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴേ ഒരു 30 ലക്ഷം രൂപ തരാൻ ഇത്രയ്ക്ക് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ വിഷമം ചേച്ചിക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. എടാ അത് നിനക്ക് പണം തരുന്നതിൽ എനിക്ക് എന്താടാ പ്രയാസം? അതിന് നമ്മുടെ കാശിലല്ലോ പണം, വിശാലിൻ്റെ അല്ലേ? പക്ഷേ എന്ത് കാരണം പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ ഒപ്പിക്കും? ചീട്ട് കളിച്ച് തോറ്റതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. നീ വിഷമിക്കാതിരിക്കെ, പണം ഞാൻ എങ്ങനെയെങ്കിലും വിശാലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാം. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.